ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെ ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ പുതിയ വീട്ടിലോട്ട് കുറച്ച് പ്രൊഡക്ട്സൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നും മിന്ത്രയിൽ നിന്നും അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഏതാനും പ്രൊഡക്ട്സ് നമ്മളിതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ നമ്മളൊരു ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അനലോഗ് ക്ലോക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. 1200 റേറ്റിൽ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. അറബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മളിതിപ്പോൾ ഡൈനിങ് റൂമിലാണ് വെക്കാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ നല്ലൊരു സേഫായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിക്കുന്നത് ഒരു 40 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലാണ് കേട്ടോ ഇത് ഉള്ള ഈ സൈസ് ഇതിൻ്റെ. അടുത്ത പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 3 പ്രൊഡക്ട്സ് ഒരു ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൽ 4 എണ്ണം നമ്മൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാത്റൂമുകളിലേക്കും വേണം, മെയിൻ വാഷ് ബേസിനിലേക്കും കൗണ്ടറിലേക്കും വേണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ബ്ലൂയിഷ് കളറിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒരേ പാറ്റേണിലാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 3 പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. ട്രേ ഉണ്ടാവും, സോപ്പ് ഡിസ്പെൻസർ വയ്ക്കണ ഒരു ബോട്ടിലുണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരു ബോട്ടിലുണ്ടാവും കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ബാത്റൂമുകളിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് സൗകര്യാർത്ഥം ഉപയോഗിക്കാൻ പറ്റും. മെയിൻ വാഷ് ബേസിൻ്റെ അവിടെ നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടും അതല്ലെങ്കിൽ ഒരു ഫ്ലവർ അങ്ങനെയും നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. സെറാമിക് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നുണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിലൊരു 6 എണ്ണം ഉണ്ടാകും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. എയർ ടൈറ്റ് ആയിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ് വെക്കാം, അതല്ലെങ്കിൽ ഫിഷ് വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണിലൊക്കെ അതുപോലെ വാഷ്റൂമിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് ഒക്കെ വെക്കണത് ഉണ്ടല്ലോ, സ്പോഞ്ച് അങ്ങനെയുള്ള ഐറ്റംസും ഹാൻഡ് വാഷ് ബോട്ടിലും ഒക്കെ നമുക്ക് സിങ്കിൻ്റെ സൈഡിലൊക്കെ വെക്കണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു കോംബോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് വെക്കാം കേട്ടോ. വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് സോപ്പ് ഡിസ്പെൻസറും വെക്കാം, അതുപോലെ ഡിഷ് വാഷൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അതുപോലെ സ്പോഞ്ച് എല്ലാവരും ഇതുപോലെ നമുക്ക് കിച്ചണിൽ സിങ്കിനോട് ചേർന്നിട്ട് ഇതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ഒട്ടിക്കാനായിട്ട് കൂടി സ്റ്റിക്കർ കൂടി ഇതുപോലെ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് ടൈലിൽ ഡ്രിൽ ചെയ്യാണ്ടൊക്കെ തന്നെ നമുക്കത് അവിടെ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.